നാട് പ്രളയ ദുരിതത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പൂഞ്ഞാർ എം.എൽ.എ വിദേശ പര്യടനത്തിലാണ്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ കോടികളുടെ നഷ്ടമാണ് മിന്നൽ പ്രളയം സൃഷ്ടിച്ചത്. ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട എം.എൽ.എ നാട്ടിലില്ലാതായിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും ഈരാറ്റുപേട്ടയിൽ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വ്യാപാര മേഖലയ്ക്കുണ്ടായത് കോടികളുടെ നഷ്ടം. ഉഴുതുണിയുമായി ജീവൻ കയ്യിൽ പിടിച്ചാണ് പലരും ഓടി രക്ഷപ്പെട്ടത്. ഇത് നേരിൽ കണ്ട ശേഷം പൂഞ്ഞാർ എം.എൽ.എ എം.ജെ. സെബാസ്റ്റ്യൻ വിദേശത്തേക്ക് പറക്കുകയായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട എം.എൽ.എ നിലവിൽ നാട്ടിലില്ല. ആരെയും ചുമതല ഏൽപ്പിച്ചതായും അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ വഴി അറിയിപ്പും നൽകിയിട്ടില്ല. എന്നാൽ എം.എൽ.എയെ ന്യായീകരിക്കുന്ന സമീപനമാണ് പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ സ്വീകരിച്ചത്. അതുണ്ടാവുമല്ലോ, മനുഷ്യന്മാരല്ലേ, ആരെ പെട്ടെന്ന് ദുരന്തം ഉണ്ടാവുന്നതിന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നാട്ടിൽ ഉരുൾപൊട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ നാട്ടിലേനി, ആ വ്യത്യാസം വന്നത്, അതൊക്കെ അങ്ങനെ ഉണ്ടാവും, മനുഷ്യ സാഹചര്യമല്ലേ. എം.എൽ.എയുടെ നടപടി മനുഷ്യത്വരഹിതമെന്ന് വി.എൻ. വാസവൻ ആരോപിച്ചു. പൂഞ്ഞാർ എം.എൽ.എ സ്ഥലത്തില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ 2 പ്രാവശ്യം പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലും എല്ലാം പോയിരുന്നു. ആദ്യം ഉരുള് പൊട്ടിയ ദിവസം രാവിലെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണ ഒരു ഉരുൾപൊട്ടലുണ്ടായി 2 പേർ മരണപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഈരാറ്റുപേട്ടയിലും പരിസര പ്രദേശത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ജനപ്രതി എന്ന രൂപത്തിൽ അത് കണ്ടിട്ട് പിന്നെ അദ്ദേഹം അമേരിക്കയ്ക്ക് പോയത് സാമാന്യ രൂപത്തിൽ പറഞ്ഞാൽ ശരിയായില്ല. അപ്പോൾ നമുക്ക് നാട്ടിൽ ജനപ്രതികളും പൊതുപ്രവർത്തകരും ചെയ്യേണ്ടത്, നാട്ടിലൊരു ദുരന്തമോ വിഷമമോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആളുകളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നിൽക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെ ധർമ്മം, മിനിമം, പ്രത്യേകിച്ച് ജനപ്രതികൾ. ദുരിതകാലത്ത് നാട്ടുകാർക്ക് സഹായമെത്തിക്കേണ്ടതിന് പകരം വിദേശ പര്യടനം നടത്തുന്ന എം.എൽ.എക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.